നമ്മൾ ഏശയ്യ 6:3 വെളിപാട് 4:8 ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഏശയ്യായും യോഹന്നാൻ സ്ലീഹയൊക്കെ സ്വർഗീയ ദർശനം കാണുമ്പോൾ മാലാഖമാർ ദൈവത്തെ നേരിട്ട് കണ്ട ആ മാലാഖമാർ ഇങ്ങനെ പാടും, ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്? വിളിച്ചവരെ പോലെ പരിശുദ്ധരാകുക. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ സഭയുടെ മുഖം നിങ്ങൾ ഓർത്ത് നോക്കി. ക്രിസ്തീയ സഭയുടെ ഒരു മുഖം എന്നൊന്ന് ഓർത്ത് നോക്കി. നമുക്കിപ്പോൾ നമ്മുടെ സഭയെക്കുറിച്ച് സങ്കടപ്പെടുന്നു, നമ്മൾ ആകുലപ്പെടുന്നു അല്ലേ, നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുന്ന എന്തോരം കാര്യങ്ങളാണ്. സഭ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചങ്കുപൊട്ടി കരയാണ്. സഭയെ സ്നേഹിക്കുന്നവർ അത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്ന് തിരിച്ചറിയണം. എന്ത്? നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. അത് മാർപ്പാപ്പ മുതൽ ഇന്ന് മാമോദീസ സ്വീകരിച്ച കുഞ്ഞിന് വരെയുള്ള ലക്ഷ്യം ഇതൊറ്റ ഒന്നാണ്. അതിൽ നിന്ന് അല്പം കോംപ്രമൈസ് ചെയ്താൽ പോയി. കിട്ടുന്നുണ്ടോ? കോംപ്രമൈസ് ചെയ്തു. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? വചനമനുസരിച്ച് ജീവിക്കുക, ഈശോയെ പോലെ പരിശുദ്ധിയിലേക്ക് വരിക, ദൈവത്തിന്റെ ആ സാദൃശ്യത്തിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് വരിക. അതിൽ നിന്ന് മാറി, ഈശോയിൽ നിന്ന് ഫോക്കസ് മാറി, ബാക്കിയെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഫോക്കസ് ചെയ്തതെല്ലാം നമ്മളെ വീഴ്ത്തി. ശരിയാണോ? എല്ലാം ആവട്ടെ, ആചാരങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, നിങ്ങൾ ഏത് കൂട്ടായ്മപ്പെട്ടവരാണെങ്കിലും എന്ത് പാരമ്പര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിലും നമുക്ക് ഒരൊറ്റ പാരമ്പര്യമുള്ളൂ. അത് രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ പടുതുയർത്തപ്പെട്ട സഭയുടെ പാരമ്പര്യമാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുക. അതിനു മുമ്പ് ഒരാളുടെ രക്തം ഇവിടെ വീണിരുന്നു. ആ രക്തമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചോണം. ബാക്കി എല്ലാ പാരമ്പര്യങ്ങളും നിങ്ങളെ തെറ്റിക്കും.